ഈ ജി സുധാകരൻ CPM-കാരൻ തന്നെയാണ്. അദ്ദേഹം പാർട്ടി വിട്ടോന്ന് ചോദിച്ചാൽ നേതൃത്വത്തിൽ വിശ്വാസം പോരാ എന്നുള്ളതാണ്. അദ്ദേഹത്തെ തരം താഴ്ത്തി അധിക്ഷേപിച്ചു. അതുകൊണ്ട് തന്നെയാണ് താൻ പാർട്ടി വിടുന്നു, പക്ഷേ പാർട്ടിയുടെ ആശയങ്ങൾ തന്നിലുണ്ട് എന്നുള്ളതാണ്. CPM-ലെ ചിലരെയൊക്കെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇനി സ്വതന്ത്രനായിട്ട് മത്സരിക്കും. അത് പിന്താങ്ങേണ്ടവർക്കൊക്കെ പിന്താങ്ങാം, ആർക്ക് വേണമെങ്കിലും. അതെ, അത് ഇടതുപക്ഷത്തുള്ള ഘടകകക്ഷികൾക്ക് വേണമെങ്കിൽ പിന്തുണയ്ക്കാം, UDF-ന് മൊത്തത്തിൽ പിന്തുണയ്ക്കാം, BJP-ക്ക് വേണമെങ്കിൽ പിന്തുണയ്ക്കാം, ആർക്ക് വേണമെങ്കിലും ആകാം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വടകരയിൽ RMPയുടെ KK രമ പോലെ തന്നെ, KK രമ UDF ഘടകകക്ഷിയിൽ ഉള്ളതല്ല, അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ സുധാകരനും നിയമസഭയിൽ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായിട്ടും സുധാകരൻ സഖാവ് നല്ലൊരു ആദർശവാദി ആയതുകൊണ്ടാണ് അടിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ വിമർശിക്കാത്തത്. അദ്ദേഹം തനി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. കാരണം ഒത്തിരി ത്യാഗം ചെയ്തൊരു കുടുംബമാണ്. അതെ, കാരണം MP രാഘവൻ, KR ഗൗരിയമ്മ തുടങ്ങി വൻപന്മാർ പോയതുപോലെ ഒരു പോക്കാണ് സുധാകരൻ. MP രാഘവൻ സാറ് CMP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കിപ്പോയി, ഗൗരിയമ്മയും JSS ഉണ്ടാക്കി. പക്ഷേ രാഘവൻ, നമ്മുടെ സുധാകരൻ സഖാവിനെ സംബന്ധിച്ച് ഇന്നും എല്ലാ നേട്ടങ്ങളും പാർട്ടിയാണ്. പാർട്ടിയുടെ അടിസ്ഥാന തത്വമായ മൂലധനത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് ചില പാർട്ടിയുടെ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൻ്റെ ആ കുറിപ്പ്. അദ്ദേഹത്തിനറിയാം പുതിയൊരു പാർട്ടി ഇനി ഈ പ്രായത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇനിയൊരു നിസ്സാരപ്പെട്ട കാര്യമൊന്നും. ഇനിയൊരു ബാല്യത്തിന് അംഗമുണ്ടെന്ന് പറയും പോലെ ഇദ്ദേഹത്തിന് വാർദ്ധക്യമായി. പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിൽ പോകും, സ്വതന്ത്രമായ മത്സരം. ഒരിക്കലും പോകില്ല. കാരണം ആ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അനുജൻ 77-ൽ SFIയുടെ ലീഡറായിരുന്നു ഭുവനേശ്വർ. അദ്ദേഹത്തിൻ്റെ കൊലപാതകം വളരെ ഈ BJP യുവമോർച്ചയുടെ ജയശമർഷ കൊന്ന രീതിയിലാണ് KC-ക്കാർ കൊന്നത്. 3-4 പ്രവർത്തകർ കാലിൽ തൂക്കി, നമ്മൾ എങ്ങനെയാണോ മടലെടുത്ത് നിലത്തടിക്കുന്ന പോലെ അടിച്ച് മുട്ട പൊട്ടുന്നത് പോലെയാണ് തല പൊട്ടിച്ചെറിച്ചത് ഭുവനേശ്വറിൻ്റെ. നല്ലൊരു സഖാവായിരുന്നു, SFIയുടെ ശക്തനായ ലീഡറായിരുന്നു. ഇന്ന് പാർട്ടിയിലുണ്ടായിരുന്നെങ്കിൽ ഏകദേശം പാർട്ടിയുടെ സെക്രട്ടറി ആകാൻ യോഗ്യനായിരുന്നു. അപ്പോൾ അത്തരത്തിലെ നിഷ്ഠൂരമായൊരു കൊലയായിരുന്നു കോൺഗ്രസ്സുകാരും KC-ക്കാരും അന്ന് ചെയ്തിരുന്നത്. അതുകൊണ്ട് ആദർശവാദിയും പാർട്ടിയെ തള്ളിപ്പറയാതെ മാറിയ സുധാകരൻ സഖാവ് ഇനി കോൺഗ്രസിൻ്റെ പിന്തുണ തേടി നിൽക്കുമോ എന്നുള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. കാരണം അത്രയ്ക്ക് പീഡനം കോൺഗ്രസ്സുകാരെന്ന് അനുഭവിച്ച ഒരു കുടുംബമാണ് സുധാകരൻ കുടുംബം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സംബന്ധിച്ചിടത്തോളം അവിടെ BJP സ്ഥാനാർത്ഥി നിർത്താതെ ഇരിക്കുകയാണ് എങ്കിൽ വ്യക്തിപ്രഭാവത്തിൽ ഈ ഒരു സഹതാപം, ഇത്രയും നല്ലൊരു അഴിമതിയുടെ ലേശം പോലും കറപുരളാത്ത സുധാകരൻ സഖാവിന് ജനപിന്തുണ അമ്പലപ്പുഴയുണ്ട്. അതെ, ആ പിന്തുണയും ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ലൊരു ശതമാനം വോട്ട്, ഭാരതീയ ജനതാ പാർട്ടിയിലും പുള്ളി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, വോട്ട് കൊണ്ട് സ്വതന്ത്രനായിട്ട് അസംബ്ലിയിൽ വന്നാൽ കുറച്ച് നല്ല വോട്ട്, പിന്നെ കോൺഗ്രസിൻ്റെ ചില നിഷ്പക്ഷമതികളായ വോട്ടും കിട്ടും. നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് ചേട്ടാ, അവിടെ VS-നെ പോലുള്ള കറകളഞ്ഞ നേതാവ് തോറ്റ മണ്ഡലമാണ് അമ്പലപ്പുഴ. VS-നെ മാരാരിക്കുളം തോൽപ്പിച്ചു, ഇവിടെയും ഒരിക്കൽ തോറ്റു അമ്പലപ്പുഴയും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ സുധാകരൻ അവിടെ ജയിച്ചുവെങ്കിൽ VS-നെക്കാളും അപ്പുറം ജനപിന്തുണയുള്ളൊരു നേതാവാണ്. പിന്നെ പുള്ളിക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഹൈന്ദവീയത, നാഗരികത പുള്ളിയുടെ ഉള്ളിലുണ്ട്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുടെ ഒരു സെക്രട്ടറി അറിയാം. പുള്ളി പറയണതെന്ന് പറഞ്ഞാൽ രാമായണ മാസം വരുമ്പോൾ യുദ്ധകാന്ഡം എന്ന് പറഞ്ഞിട്ട് കാണ്ഡം രാമായണത്തിലുണ്ട്, അത് പുള്ളി വീട്ടിൽ പാരായണം ചെയ്യുന്ന. അപ്പം ഒരു സൈഡിൽ കമ്മ്യൂണിസവും ഒരു സൈഡിൽ ഭക്തി നിർഭരവുമുള്ളൊരു മനസ്സായിരുന്നു. ആധ്യാത്മിക പുറത്ത് കാണിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സുധാകരൻ. അതുമല്ല, നല്ല രീതിയിൽ ലക്ഷ്മി സഹസ്രനാമം കാണാതെ പറയുവാൻ സുധാകരൻ സഖാവിനറിയാം. കാരണം പുള്ളി ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയം
ഈ മിനിസ്റ്ററായിരുന്നപ്പോൾ, ദേവസ്വം മിനിസ്റ്ററായിരുന്നപ്പം കസേരയിലിരിക്കുമ്പോൾ ചുവപ്പ് ലൈറ്റ് ഇട്ടിക്കും. അരമണിക്കൂർ ആരെയും അകത്ത് വിടത്തില്ല. അപ്പം ചിലർ പറയുന്നത് ഇദ്ദേഹം ലക്ഷ്മി സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് പറയും. അപ്പം പ്രകടമായിട്ടുള്ള ഭക്തി പുള്ളിക്കില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിസം ഉണ്ട് എങ്കിലും, ഞാനൊരു വിപ്ലവകാരിയാണ് എങ്കിലും എൻ്റെ നാഗരികതയെ ഞാൻ വിശ്വസിക്കുന്നുള്ള ചിന്താഗതി സുധാകരൻ സഖാവിനുണ്ടെന്ന് കൂടെ നടന്ന സന്തത സഹചാരികളെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്പലപ്പുഴയിലുള്ള എല്ലാ സാമുദായിക സംഘടനകളായിട്ടും നല്ല ബന്ധം. NSS, SNDP, പ്രത്യേകിച്ച് കടലോര മേഖലയായ ധീവരസഭ, ഇവരുടെ എല്ലാം വോട്ട് സ്വതന്ത്രനായാൽ ആ ഒരു സമുദായ സംഘടന സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പിന്തുണയാണ് പുള്ളിക്ക് സ്വതന്ത്രനായിട്ട് നിൽക്കാൻ കിട്ടിയ പ്രചോദനമെന്നാണ് ആലപ്പുഴയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. 2, കേന്ദ്ര നരേന്ദ്രമോദിക്ക് നല്ല സ്നേഹമുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. 74 ശ്രീമതി ഇന്ദിരാഗാന്ധി വന്ന് കുറ്റിയിട്ട ഒരു റോഡാണ് ആലപ്പുഴ ഹൈവേ. പുള്ളിയുടെ സമ്മർദ്ദം കൊണ്ടാണ് നിരന്തരം നിതിൻ ഗഡ്കരിയെ കാണുകയും സംസാരിക്കുകയും ചെയ്ത ആ പാലം യാഥാർത്ഥ്യമാക്കിയത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ സുധാകരൻ പറയുകയുണ്ടായി, ഈ ഹൈവേ ഒക്കെ തന്നെ കേന്ദ്ര പദ്ധതിയാണ് എന്ന് കൃത്യമായിട്ട് പറയും. കൃത്യമായിട്ട് പുള്ളിക്കറിയാം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കേരളത്തിൽ വന്നിട്ടുള്ള ഈ കഴക്കൂട്ട ഇപ്പോൾ നടക്കുന്ന ബൈപ്പാസിൻ്റെ ഉപജ്ഞാതാവ് ഫെഡറൽ സംവിധാനത്തിൽ CM അദ്ദേഹം ആയിരുന്നുവെങ്കിൽ തന്നെയും അതിന് ഡൽഹിയിൽ പോയി പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് പുള്ളിയും പുള്ളിയുടെ സെക്രട്ടറികളുമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്നലെ മെനഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് കന്യാകുമാരി ദേശീയ ഹൈവേയുടെ പ്രോജക്റ്റും കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റാണ്. അപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള PWD ഡെവലപ്മെൻറ്റിൻ്റെ വികസനം M ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന PWD മിനിസ്റ്റർ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ റോഡ് വികസനത്തിന് ഏറ്റവും കൂടുതൽ മുഖ്യധാരയിൽ പ്രവർത്തിച്ചൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചലിപ്പിച്ച സുധാകരൻ സഖാവാണ്. അത് വിസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അത്തരത്തിലൊരു ക്രെഡിബിലിറ്റിയുള്ള നേതാവ്. പിന്നെ ആരും PA ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പ് കുറച്ച് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തപ്പോൾ എന്തും സെക്രട്ടറി കൊണ്ടുകൊടുത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന പരിപാടിയല്ല. പുള്ളി വായിക്കും. പുള്ളി വായിച്ചതിന് ശേഷം മാത്രമേ ലാസ്റ്റിൽ കൗണ്ടർ സൈൻ ചെയ്യുകയുള്ളൂ. അതൊരു പുള്ളിയുടെ പ്രത്യേകത. ഇപ്പോൾ എനിക്കിപ്പം ഒരു ഉന്നത പദവി ഇരിക്കുകയാണെങ്കിൽ എൻ്റെ PS-നെയോ എൻ്റെ IAS-കാരനെ വിശ്വാസം കൊണ്ട് ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെയല്ല പുള്ളി. അപ്പോൾ അത്തരത്തിൽ നയപരമായ രീതിയിൽ ഭാഷാപ്രാവീണ്യവും ഭരണപരമായ നൈപുണ്യവും ഏത് പാർട്ടി കേന്ദ്രത്തിൽ ഭരിച്ചാൽ അവരെ സ്വാധീനിക്കേണ്ട ഒരു വാക്ചാതുര്യവും ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു ഈശ്വരവിശ്വാസിയുമാണ് സുധാകരൻ സഖാവ്. അതുകൊണ്ടാണ് ഇന്നും PS തള്ളിപ്പറഞ്ഞിട്ട് പോലും വീട്ടിൽ ഒറ്റയ്ക്കിരുന്നതേ ഉള്ളൂ. MP രാഘവൻ ടക്കനെ പോയി പാർട്ടി ഉണ്ടാക്കി. അതേപോലെ ഇന്ന് ഒഴിഞ്ഞു പോക്കിൻ്റെ അവസ്ഥയാണ്. ഖസ്തർ പോയി, ന്യായീകരണ തൊഴിലാളികളെല്ലാം പോയി, റജി ഇതിൽ പോയി, ഇടുക്കി MLA രാജേന്ദ്രൻ പോയി, ഐഷ പോറ്റി പോയി, പിന്നെ ഏതോ ഒരു നഗരസഭയുടെ ചെയർമാൻ പോയി, ഇപ്പോൾ ഇതാ ശശി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവായി ഒറ്റപ്പാലത്ത് നിൽക്കുന്നു. ഇങ്ങനെ CPM-ൻ്റെ പൊഴിഞ്ഞു പോക്കൽ പോകുന്ന 18ഓളം നേതാക്കളുടെ FE പോസ്റ്റുകളെല്ലാം കമ്മ്യൂണിസ്റ്റം തകരുന്നു എന്ന് പറയുന്നു. പക്ഷേ സുധാകരൻ സഖാവ് മാത്രം കമ്മ്യൂണിസത്തിന് എന്നും വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഒരക്ഷരം പോലും വളർന്നു വന്ന പ്രസ്ഥാനത്തെ വിമർശിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇളമംഗലം കരീൻ്റെ അന്വേഷണ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇളമരം കരീമെന്ന് പറയുന്ന മനുഷ്യനെ പുള്ളി വിമർശിച്ചിട്ടില്ല. അന്വേഷണ കമ്മീഷനായിട്ട് വന്ന കള്ള റിപ്പോർട്ടിനെ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു വിശാല മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സഖാവാണ് നമ്മുടെ സുധാകരൻ സഖാവ്. അപ്പോൾ അദ്ദേഹം ഒന്നാലോചിച്ച് നോക്കാം, അദ്ദേഹത്തിൻ്റെ ഏതോ വൈഫ് സർവകലാശാലയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അഴിമതി ആരോപണം വന്നു. പിറ്റേന്ന് അദ്ദേഹം പറഞ്ഞു, നീ തൽസ്ഥാനത്ത് നിന്ന് മാറ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിൽ നിന്ന് മാറ്റി. അതേസമയം ഇന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിനെ കണ്ണൂരിൻ്റെ രാജേഷിൻ്റെ ഭാര്യ മാറ്റിയിട്ടില്ല. അങ്ങനെ പലരുടെയും ഭാര്യ മാറ്റിയിട്ടില്ല. നമ്മുടെ വേറൊരു സഖാവിൻ്റെ ഭാര്യ അഴിമതിയുണ്ട്, മാറ്റിയിട്ടില്ല. ഗോവിന്ദൻ മാഷ ഭാര്യ അവിടെ ചെയർമാനായിരുന്നു, ഒരു പ്രവാസി തൂങ്ങി മരിക്കുകയും ചെയ്തു, ഒരു കല്യാണ മണ്ഡപത്തിന് ഓർഡർ കൊടുക്കാത്തതുകൊണ്ട്. പക്ഷേ ആദർശ ശുദ്ധി ഉള്ളതുകൊണ്ടാണ് സ്വന്തം ഭാര്യയുടെ ഉന്നത പദവി പോലും കളയുവാൻ പുള്ളി തയ്യാറായത്. അതുകൊണ്ട് പുള്ളിക്ക് ആ ജനകീയത അമ്പലപ്പുഴയും കേരളത്തിലുമുണ്ട്. പുള്ളി സ്വതന്ത്രനായിട്ട് നിന്നാൽ ജയിക്കുക തന്നെ ചെയ്യും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.